ഹായ്. ഇനി നമ്മൾ ലേഡീസിനുള്ള ചെറിയൊരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ മിക്കവരും ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കും. ഒന്നുമില്ല ജിമ്മിൽ, അല്ലെങ്കിൽ പുറത്ത് ഓടാൻ പോവുക, അങ്ങനെ നടക്കാൻ പോവുക, അതല്ല ഡാൻസ് ഫിറ്റ്നസ് ക്ലാസ്സുകൾ, സുംബ ക്ലാസ്സസ്, എയറോബിക്സ് ക്ലാസ്, അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ്, കാർഡിയോ എക്സസൈസ്, അങ്ങനെ പലതരം വർക്കൗട്ടുകൾ പലരും ചെയ്യാറുണ്ട്. ചിലർ യൂട്യൂബ് നോക്കി വീട്ടിൽ തന്നെ വർക്കൗട്ടുകൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങളിൽ എത്ര പേരൊരു സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യാറുണ്ട്? അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ. യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. നമ്മൾ ജിമ്മിലോ അല്ലെങ്കിൽ എവിടെ പോയിട്ട് എന്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു 30+ കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും ഒരു സ്പോർട്സ് ബ്രാ വാങ്ങി യൂസ് ചെയ്തിട്ട് വേണം വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട്. അത് പ്രത്യേകിച്ച് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ, ജമ്പിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്, അതല്ലെങ്കിൽ കാർഡിയോ എക്സസൈസുകൾ, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു സ്പോർട്സ് ബ്രാ വാങ്ങി യൂസ് ചെയ്യാൻ മടിക്കരുത് നിങ്ങൾ. കാരണം 30+ കഴിഞ്ഞവർക്ക് മിക്കവർക്കും ഉള്ള പ്രശ്നമാണ് ബ്രസ്റ്റ് സാഗിങ്. അതല്ല ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയവർക്ക് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ബ്രസ്റ്റ് സാഗിങ് ഉണ്ടാവും. അതല്ല ഹെവി ബ്രസ്റ്റ് ഉള്ളവർ, അത്തരക്കാരും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു സ്പോർട്സ് ബ്രാ, നല്ലൊരു സ്പോർട്സ് ബ്രാ, ഒരു ഹൈ ഇൻറ്റൻസിറ്റി ബ്രാ തന്നെ വാങ്ങി യൂസ് ചെയ്യണം. കാരണം നമുക്ക് ഈ സാഗി ബ്രസ്റ്റ് ഉള്ളവരാണെന്ന് വെച്ചാൽ ഈ ഒരു സ്പോർട്സ് ബ്രാ, ഹൈ ഇൻറ്റൻസിറ്റി ബ്രാ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ചേഞ്ച് നമുക്ക് തന്നെ സ്വയം അറിയാൻ പറ്റും. നമുക്ക് വളരെ എന്താ പറയുക, കംഫർട്ടബിളായിട്ട് വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനും എല്ലാം നമുക്ക് അത് ആ ഒരു ബ്രാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഹെവി ബ്രസ്റ്റ് ആണെങ്കിലും അതല്ല സാഗി ബ്രസ്റ്റ് ആണെങ്കിലും എല്ലാവർക്കും ഇത് വളരെ ഉപകാരം ചെയ്യും ഈ ഇത്തരം ഒരു ബ്രാസ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സ്പോർട്സ് ബ്രാ വാങ്ങിച്ചായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ അവർക്കിത് കാണുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇതിവിടെ ഇങ്ങനെ സ്ട്രാപ്പ് വരുന്നത് ക്രോസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഏനം. അത് മാത്രമല്ല, ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ ഷോൾഡർ സ്ട്രാപ്പ് നമുക്ക് ഇങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഷോൾഡറിൽ താഴെ നമുക്ക് ഈ ഇവിടെ ബ്രസ്റ്റിൻ്റെ താഴെ അടിഭാഗത്ത് വരുന്ന സ്ട്രാപ്പും വലിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇടുക, ഇത് എല്ലാം ഈസി ആണോ, ഇത് വാങ്ങിച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ ബുദ്ധിമുട്ട്, ടെൻഷനൊക്കെ തോന്നാം. അപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് സിബാണുള്ളത്. അപ്പോൾ നമ്മൾ സിബ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. സിബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് രണ്ട് കയ്യിലായിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക. അപ്പോൾ അത് നേരെ തിരിച്ച്, ആ കൈ പിടിച്ച് നേരെ തിരിച്ച് നമ്മൾ സാധാരണ ഒരു സാധനം എങ്ങനെയാണ് ഇടുന്നത് അതുപോലെ ബാക്കിലേക്ക് ഇടുക. ജസ്റ്റ് അത് കറക്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഇവിടെ ചെറുതായിട്ടൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ലോക്ക് ചെയ്തിടുക. അപ്പോൾ നമുക്ക് സിബ് ഇടാനും വളരെ ഈസിയാണ്. സിബ് നമ്മൾ ഇടുന്നു. സിബും ഇവിടെ നമുക്ക് ഇട്ടതിന് ശേഷം അത് ലോക്ക് ചെയ്ത് വയ്ക്കാം. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഭാഗം ലൂസാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ലൂസാണെങ്കിൽ ഇത് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് വലിച്ച് ഇവിടെ കൊടുക്കുക. അപ്പോൾ അത് ടൈറ്റ് ആയിരിക്കും. ഇനി അതല്ല, നമുക്ക് ഷോൾഡറാണ് ലൂസായിട്ട് തോന്നുന്നതെങ്കിൽ ഷോൾഡറിൻ്റെ സ്ട്രാപ്പും നമുക്ക് ഇതുപോലെ വലിച്ചെടുത്ത് നമുക്ക് നേരെ ലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ഈ സ്പോർട്സ് ബ്രാ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വേറെ ഏതേനോ നമ്മൾ കടയിൽ പോയി ചെന്നെടുക്കുന്ന സമയത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് നോക്കണം. നമുക്ക് ബൗൺസിങ് ഉണ്ടോ, നമുക്ക് കംഫർട്ടബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒരു സ്പോർട്സ് ബ്രാ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നോക്കുക. ഇത് വർക്കൗട്ട് ചെയ്യുന്ന വീട്ടിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇത് യൂസ് ചെയ്യാതിരിക്കരുത്. കാരണം ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ കയറുന്ന മിക്കവരും ആദ്യത്തെ ക്ലാസ്സുകളിലൊന്നും അവരിത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ പറയും അവരോട്, നിങ്ങളൊരു സ്പോർട്സ് ബ്രാ വാങ്ങി യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് പലരും അങ്ങനെയാണ് വാങ്ങി യൂസ് ചെയ്യാറ്. കാരണം അവർ വീട്ടിലാണല്ലോ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, വേണ്ട എന്നുള്ളൊരു ചിന്തയുള്ള
ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ട് ഇപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെ ഓൺലൈൻ ക്ലാസ് വഴിയോ ഇപ്പോൾ സുംബെ പല എല്ലാം ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിലാണല്ലോ വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ വർക്കൗട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഒരു സ്പോർട്സ് ബ്ര വാങ്ങി ഇടാനോ അത് നമ്മൾ മെനക്കെടില്ല. കാരണം പലരും ഭയങ്കര ബിസിയാണ്. അപ്പോൾ അത് ഇടലൊക്കെ ഒരു പണിയായി തോന്നും ചിലർ. അപ്പോൾ അതുകൊണ്ട് പലരും അത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളത് നിർബന്ധമായിട്ടും നിങ്ങൾ അടുത്ത ടൈം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്പോർട്സ് ബ്ര ഇട്ട് വർക്കൗട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമുക്ക് ഈ സാഗി ബ്രസ്റ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അത് വളരെ വലിയ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കതിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.